നമസ്കാരം. ഐറ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണമ്മൂലയാണ്. കണ്ണമ്മൂലയിൽ BJP സ്ഥാനാർത്ഥിയായ അജിത് VSൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ഈ ഒരു പുതിയതായിട്ട് മത്സരിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പം കോർപ്പറേഷൻ ഇലക്ഷനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കണ്ണമ്മൂല ഏരിയയിൽ എന്തൊക്കെ കുറവുകളാണ് ഉള്ളത്, എന്തൊക്കെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നാമതായിട്ട് ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പ്രശ്നം, അതായത് കഴിഞ്ഞ പല കാലഘട്ടങ്ങളായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഇങ്ങനെ ഭരിക്കുന്നുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷമായിരുന്നു, അതിന് മുമ്പും ഇടതുപക്ഷമായി. പിന്നെ നായശല്യം രാത്രി ഇപ്പം ഇപ്പം തന്നെ പകലായാലും ശരി തന്നെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഒരു 7-8 എവിടെയെങ്കിലുമൊക്കെ കാണും. അത് ഈ കുട്ടികൾക്ക് വലിയ ശല്യമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ഈ വണ്ടി പോകുന്നവർ ഇത് വെറുതെ ഒന്ന് ഓട്ടിക്കും, അവർ വന്ന് വല്ല കട്ടലിൽ വീഴും പോകുന്നുണ്ട്. പിന്നെ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം, ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒന്ന് കത്തി കിടപ്പുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം, ഇതാ ഇവിടെ ഉള്ള കത്തിയിട്ടില്ല. എഴുതി കൊടുത്താൽ അവർ പറയും ലൈറ്റ് ഇല്ല, അത് പിന്നെ കോർപ്പറേഷനിൽ തന്നാലേ ഇടാൻ പറ്റത്തുള്ളൂ. KCBയിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യപ്പെടുത്തേക്ക്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. റോഡിൻ്റെ സ്ഥിതി തന്നെ, ഇപ്പോൾ നിങ്ങൾ വരുന്ന വഴിയില്ല, റോഡിൻ്റെ സ്ഥിതി നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നമ്മുടെ ഇവിടെ ഈ ആമയഴഞ്ഞാൻ തുടങ്ങുന്നൊരു തോടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ചുകൂടി ചെറിയ പ്രായത്തിൽ ഞങ്ങൾ അവിടെ പോയി കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കുളിക്കാൻ പോയിട്ടാലും നോക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയാണ്. ഈ BJPയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസിതമായ തിരുവനന്തപുരം കൊണ്ടുവരാമെന്ന ഉദ്ദേശം. അപ്പം അത് കൊണ്ടുവരുന്ന ഉദ്ദേശത്തിൽ ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതാണ് ചോദിക്കുകയാണ്, ഇതെല്ലാത്തിനും ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. 100% പ്രതീക്ഷിക്കാം. ഞാനൊരു സാധാരണക്കാരനും കൂടിയാണ്. കാര്യം ഞാൻ പല സംഘടനകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്, ഒരു വ്യക്തിയാണ്. കാര്യം ക്ഷേത്രത്തിലായാലും നമ്മുടെ മറ്റ് സമൂഹങ്ങളിലായാലും വർക്ക് ചെയ്യുന്ന അസോസിയേഷൻ്റെ ഒരു വർക്കറായിരുന്നു. അങ്ങനെ ഒരുപാട് രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നേരിട്ടൊരു സ്ഥാനാർത്ഥി ആയതല്ല. ഞാൻ യുവമോർച്ചയിലും അല്ലെങ്കിൽ BJPയിലൊക്കെ ചെറിയ സ്ഥാനങ്ങളിലിരുന്ന് ഇപ്പോഴും ഞാൻ കണ്ണമ്മൂല കുന്നൂഴി ഏരിയ പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നതാണ്. ഇത്രയും നേരം സമയം തന്നതിന് നന്ദി. താങ്ക് യു. എല്ലാവരുടെ ആശംസകളും.